الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, പടച്ച തമ്പുരാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചും ഭയപ്പെട്ടും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചും സൂക്ഷിച്ചും തഖ്വയോടുകൂടി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം, പരമാവധി പരിശ്രമിക്കണമെന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഒരു ഇസ്ലാമിക ജീവിതത്തെക്കുറിച്ചും ഒരു ഇസ്ലാമിക കുടുംബത്തെക്കുറിച്ചും പറഞ്ഞു വരുമ്പോൾ അതിന്റെ ഭാഗമായി മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ രക്തബന്ധവും കുടുംബബന്ധവും കാത്തുസൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം, അതാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളൊരു വീടും കുടുംബവും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുമ്പോൾ, വീടും കുടുംബവുമായിട്ട് കഴിഞ്ഞുകൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ അയൽവക്കവുമായി, അയൽവാസികളുമായി നമുക്കുള്ള ബന്ധം എന്ന് പറയും. നമ്മുടെ ചുറ്റും നമ്മളൊരു മനുഷ്യര്, നമ്മുടെ സാമൂഹ്യ ജീവികളാണ്. ഒറ്റക്ക് ഒരു മലയിലോ ഒറ്റക്കൊരു വിജന പ്രദേശത്തോ ഒറ്റക്കൊരാൾ താമസിക്കുക എന്നില്ല, അങ്ങനെ ജീവിക്കാൻ പാടില്ല. നമ്മൾ കൂട്ടായിട്ട് ജീവിക്കുന്നവരാണ്. മനുഷ്യര് അങ്ങനെയാണ്, വിശ്വാസികൾ പ്രത്യേകിച്ചും അങ്ങനെയാവണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഒറ്റക്കൊരു സ്ഥലത്ത് അള്ളാഹുവിനെ ആരാധിച്ചും ഇബാദത്ത് ചെയ്തും ഞാൻ ഇവിടെ കഴിഞ്ഞുകൂടട്ടെ, അവിടുത്തെ പച്ചപ്പും വെള്ളവും ഒക്കെ കണ്ടപ്പോൾ ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചതാണ്, ഞാൻ ഇവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഇവിടെ അങ്ങനെ കഴിഞ്ഞുകൂടും. നബി പറഞ്ഞു, ഞങ്ങളെ കൂടെ ഇങ്ങോട്ട് പോരുന്നു. അങ്ങനെ ഒറ്റക്കൊരു ഒരാൾ ഒരിടത്ത് അങ്ങനെ ഇബാദത്തുമായിട്ട് കഴിഞ്ഞുകൂടുന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നീ ഞങ്ങളുടെ കൂടെ വാ. നമ്മൾ സാമൂഹ്യ ജീവികൾ. എന്നിട്ട് സാമൂഹ്യ ജീവിതം നയിക്കുമ്പോ, കൂട്ടുജീവിതം നയിക്കുമ്പോ മനുഷ്യരെങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ ദീൻ, ഖുർആനും സുന്നത്തും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ കൂട്ടുജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരിടത്ത് താമസിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ,
നമ്മളതിന് അയൽവാസികൾ എന്ന് പറയും, അയൽവക്കക്കാരെന്ന് പറയും, പലയിടത്തും പല രൂപത്തിൽ പറയും. അപ്പൊ ഈ മനുഷ്യരോടൊക്കെയുള്ള നമ്മളെ ബന്ധങ്ങൾ എങ്ങനെയാവണമെന്ന്, ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. ചെറിയൊരു കാര്യമാണെന്ന് തോന്നും, പക്ഷെ ചെറിയ കാര്യമല്ല, കുറച്ച് പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആനും ഹദീസും ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഇതിന് പ്രാധാന്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നു? സൂറത്തുൻ നിസാഇലെ 36-ാമത്തെ ആയത്ത്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതിൽ ആരെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് നിങ്ങൾ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം, അവർക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, ബന്ധുക്കൾക്ക് നന്മ, അടുത്ത ബന്ധം, അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. പിന്നെ വൽ യതാമ വൽ മസാക്കീൻ, അനാഥർക്കും അഗതികൾക്കും അവരോടും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുകയും അവരോട് നന്മയിൽ വർത്തിക്കുകയും ചെയ്യണം, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, നിങ്ങൾക്ക് കുടുംബബന്ധമുള്ള അയൽവാസികളോടും നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന, എന്ന കുടുംബബന്ധം ഇല്ലെങ്കിലും നിങ്ങൾക്ക് അടുത്ത് താമസിക്കുന്ന നിങ്ങളുടെ അയൽവക്കക്കാരോടും സ്വാഹിബി ബിൽ ജംബി, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മറ്റുള്ളവരോടും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല രൂപത്തിൽ ഇഹ്സാനോടുകൂടി വർത്തിക്കണം. ഇവിടെ പറഞ്ഞ ഇഹ്സാനത്തെ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് വബിൽ വാലിദൈനി ഇഹ്സാൻ, അവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ വാ 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 പറഞ്ഞിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും താമസിക്കുന്നവർ ഒന്നുകിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും, രക്തബന്ധവും കുടുംബബന്ധമുള്ളവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ വീടിന് ചുറ്റും താമസിക്കുന്ന, നിങ്ങൾക്ക് ചുറ്റും താമസിക്കുന്ന സാധാരണഗതിയിൽ നമ്മൾ അയൽവക്കം എന്നൊക്കെ പറയുന്ന അയൽവാസികൾ എന്ന് പറയുന്ന ഇവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിലാണ് ഈ സംഗതി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നാണ് പറഞ്ഞത്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ചില ഹദീസുകളൊക്കെ നോക്കിയാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒരിക്കൽ, മസാല ജിബ്രീൽ യൂസീനി ബിൽ ജാരി ഹത്താ ലനൻതു അന്നഹു സയുവരിസു, ജിബ്രീൽ അയൽവാസികളുടെ കാര്യത്തിൽ എന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ, എനിക്ക് നൽകിയ ഉപദേശങ്ങൾ കേട്ട് 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 ഞാൻ അവർക്ക് എന്റെ സ്വത്തിൽ അനന്തരാവകാശം ഉണ്ടാവുമോ എന്ന് പോലും ഞാൻ ധരിച്ചുപോയി. എന്റെ സ്വത്തിൽ അനന്തരാവകാശം ഉണ്ടാകുമാർ എനിക്ക് എന്റെ അയൽവാസികളുമായി അത്രയും അടുത്ത ബന്ധമുണ്ടോ എന്ന് ഞാൻ ധരിച്ചു പോകുമാർ ജിബ്രീൽ അയൽവാസികളുടെ കാര്യത്തിൽ എന്നെ ഉപദേശിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അയൽവാസി അടുത്ത ബന്ധമുള്ളവർക്കല്ലേ അനന്തരാവകാശം ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മുടെ അയൽവാസികളുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ബന്ധമുണ്ട് എന്ന് ധരിക്കുമാർ എന്നെ ഉപദേശിച്ചു തന്നു. വേറെ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ, 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. എന്ത്? അല്ലാഹുവാണ് സത്യം, ഒരാൾ വിശ്വാസിയാവൂല, ഒരാൾ വിശ്വാസിയാവൂല, ഒരാൾ വിശ്വാസിയാവൂല. എപ്പോ വിശ്വാസിയാവൂല? എപ്പോ? ഖീല മൻ യാ റസൂലല്ലാഹ്, ആര് വിശ്വാസിയാവൂല എന്നാ പ്രവാചകരെ അങ്ങ് പറയുന്നത്? ഖാല അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, ഒരാള് അയാളുടെ അയൽവാസി അയാളെ ഉപദ്രവത്തെക്കുറിച്ച് നിർഭയനായിരിക്കുന്നിടത്തോളം കാലം, ഒരാളെ കുറിച്ച് അയാളെ അയൽവാസി പേടിച്ചും ആശങ്കിച്ചും വിഷമത്തിലുമാണ് ജീവിക്കുന്നെങ്കിൽ അയാൾ വിശ്വാസിയാവൂലെന്ന്. നിർഭയനായി അയാളുടെ ഉപദ്രവങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ ഒരു അയൽവാസി ജീവിക്കുമ്പോഴാണ് അയാൾ വിശ്വാസിയാവുക. അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അയൽവാസികളെ ബഹുമാനിക്കട്ടെ. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ജാറഹു ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന വിശ്വാസിയാണെങ്കിൽ അവരുടെ അയൽവാസികളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കട്ടെ, ബഹുമാനിക്കട്ടെ. എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് വാക്കുകൾ? ഈ രൂപത്തിലൊക്കെയാണ് പറഞ്ഞത്. പിന്നെ പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, നമുക്കൊക്കെ അറിയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, എല്ലാ പ്രഭാഷകന്മാരും പറയുന്ന. എന്താണ് ആ ഹദീസ്? ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി,
അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്നവൻ വിശ്വാസിയാവുകയില്ല. നമ്മൾ വല്ലപ്പോഴും കേൾക്കുന്നത്, നമ്മൾ മാത്രമല്ല പലരും പറയും, ഇത് വലിയ സന്ദേശമുള്ള ഒരു ഹദീസായിട്ട് പറയും. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് സ്വന്തം വയറ് നിറക്കുന്നവൻ എന്ന് പറഞ്ഞാൽ വയറ് മാത്രമല്ല അത്, അല്ലേ? അവന്റെ പ്രശ്നങ്ങളൊന്നും എന്റെ പ്രശ്നങ്ങളല്ല, അതൊന്നും എനിക്കറിയണ്ടല്ലേ. ഞാൻ എന്റെ കാര്യം, എന്റെ വയറ്, എന്റെ വീട്, എന്റെ വാഹനം, എന്റെ കുട്ടികൾ, എന്റെ കുടുംബം, എന്റെ ടൂർ, എന്റെ പരിപാടി എന്നൊക്കെ. അപ്പുറത്തോ അവിടെ ദുരിതം, കഷ്ടപ്പാട്, രോഗം, പ്രയാസം, പട്ടിണി, ദാരിദ്ര്യം, അതൊന്നും എനിക്ക് വിഷയമല്ല. ഇങ്ങനെ ചിന്തിച്ചാൽ അവൻ വിശ്വാസിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് വേണ്ടി പറഞ്ഞു. അപ്പൊ എത്ര ഹദീസുകൾ, ഇനി എത്ര ഹദീസാണ് കിടക്കണേ? അപ്പൊ ഖുർആനിലും ഹദീസിലും ഈ വിഷയത്തിന്റെ പ്രാധാന്യമുണ്ട്. അപ്പൊ ആ പ്രാധാന്യം അങ്ങനെ തന്നെ പരിഗണിക്കാൻ നമ്മൾ വിശ്വാസികൾ ശ്രദ്ധിക്കണം. അതാ പേര് പറയാനുള്ളൂ. എന്ത്? നമുക്ക് ചുറ്റും ജീവിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ അയൽവാസികളായ സഹോദരന്മാർ, അത് രണ്ട് മൂന്ന് തരത്തിലുണ്ടാവും കേട്ടോ. 3 തരം അയൽവാസികൾ, 2 തരം അയൽവാസികൾ, 1 തരത്തിലുള്ള അയൽവാസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പണ്ഡിതന്മാർ ഇതിനെ വകതിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ 3 തരം അയൽവാസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാം? ഒന്ന് അയൽവാസി അടുത്ത് താമസിക്കുന്ന ആൾ, രണ്ടാമത് കുടുംബം, അപ്പൊ കുടുംബക്കാരനും കൂടി, മൂന്നാമത് ഒരു വിശ്വാസി. അപ്പൊ അയൽവക്കത്താണ്, കുടുംബത്തിൽപ്പെട്ടതാണ്, വിശ്വാസി കൂടിയാണ്. അപ്പൊ അവരോട് ഈ 3 നിലക്കുള്ള ബാധ്യതകളുണ്ട്. ഇത് അയൽവാസിയോടുള്ള ബാധ്യതയെ നിർവഹിക്കണം, ഒരു മുസ്ലിം എന്ന നിലക്കുള്ള ബാധ്യതയെ നിർവഹിക്കണം, കുടുംബത്തിൽപ്പെട്ടവൻ എന്ന ബാധ്യതയെ നിർവഹിക്കണം. ചിലപ്പോൾ എന്തുണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല, അയൽവാസിയാണ്, മുസ്ലിമാണ്, അങ്ങനെ. അപ്പോ അവരോടുള്ള ആ ഒരു ബാധ്യത, ആ 2 നിലക്കുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കണം. മൂന്നാമത് പറഞ്ഞ ചിലപ്പോൾ അത് മുസ്ലിമും അല്ല, കുടുംബവും അല്ല, പക്ഷെ അയൽവക്കത്ത് താമസിക്കുന്നവന്, അവൻ ആരായിരുന്നാലും, അവൻ ഏത് മതവിശ്വാസിയാവട്ടെ, ഏത് മതക്കാരനാവട്ടെ, ഇനി വിശ്വാസം ഇല്ലാത്തവനാവട്ടെ, ആരാവട്ടെ, അവൻ അയൽവക്കത്ത് താമസിക്കുന്നവൻ എന്ന നിലക്ക്, അയൽവാസി എന്ന നിലക്ക് അവനോട് കടമുണ്ട്. ഈ പറഞ്ഞതൊക്കെ അതിനൊരു ബാധകം. മുകളിൽ പറഞ്ഞ ഹദീസുകളൊക്കെ അവൻ അയൽവാസിയെ ബഹുമാനിക്കട്ടെ എന്ന് പറഞ്ഞത് അവിടെ ബാധകമാണ്. അയൽവാസിയെ ആദരിക്കട്ടെ എന്ന് പറഞ്ഞത്, അവനോട് അയൽവാസിയോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കട്ടെ എന്ന് പറഞ്ഞത് അവിടെ ബാധകമാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ വിശ്വാസിയല്ല, അവന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ എന്ന് പറഞ്ഞത് അവിടെ ബാധകമാണ്. അത് അവൻ മറ്റൊരു മതക്കാരനാണ്, അവൻ വിശ്വാസം വേറെ അത്തരം സംഗതികളൊന്നും ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല. പരിഗണന ഇത് തന്റെ അയൽവക്കത്ത് താമസിക്കുന്നു. അപ്പൊ ഈ 3 തരം, ആദ്യം പറഞ്ഞ 3 പരിഗണന ഉണ്ടാവും, 2 പരിഗണന. പക്ഷെ അയൽവാസി എന്ന അർത്ഥത്തിൽ ഒരു പരിഗണന എന്തായിരുന്നാലും ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ബന്ധങ്ങൾ ആളുമായിട്ട് കാത്തു സൂക്ഷിക്കണം. നല്ല ബന്ധം ഉണ്ടാകാൻ നമ്മളിപ്പോ എപ്പോഴും പറഞ്ഞു, ഇപ്പൊ കുടുംബത്തിൽ നല്ല ബന്ധം ഉണ്ടാവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതൊക്കെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അയൽവക്കത്തും സുഖദുഃഖങ്ങളിൽ പങ്കുവഹിക്കണം, അല്ലെ? അറിയണം, ബന്ധങ്ങൾ സ്ഥാപിക്കണം, അവരുടെയൊക്കെ അവസ്ഥകൾ എന്താണെന്ന് അറിയണം. എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തണം. മരിച്ചിട്ട് വാട്സപ്പിൽ അറിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ പറഞ്ഞതാ. എന്താ, ഒരാൾ മരിച്ചു, അടുത്തുള്ള ആളാ മരിച്ചത്, പക്ഷെ നമ്മളൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞത് എവിടെ? വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അറിഞ്ഞു. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് അറിഞ്ഞു, അല്ലെങ്കിൽ അതും അറിയാത്ത അവസ്ഥ. അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ലല്ലോ. നമ്മുടെ അടുത്തുള്ളവർ, നമുക്ക് ബന്ധമുള്ളവർ, അപ്പൊ അവരോടായിട്ട് നമുക്ക് ഒരു നല്ല ബന്ധങ്ങൾ. അപ്പൊ അത് ഇപ്പോഴത്തെ കാലത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് നടത്തം തീരില്ല. നമ്മൾ അവിടുന്ന് ഒരു 100 മീറ്റർ ഉള്ളെങ്കിൽ നമ്മളൊരു ബൈക്കിലോ ഒരു സ്കൂട്ടിയിലോ ഒക്കെ പോരും. അപ്പൊ അപ്പുറത്തുള്ളവരെ കാണുന്നില്ല. പണ്ട് കാലത്ത് അങ്ങനെയല്ല, ഇങ്ങനെ നടക്കും ആളുകൾ. 1/2 കിലോമീറ്ററോ 1 കിലോമീറ്ററോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പൊ ഇങ്ങനെ കണ്ടും വർത്താനം പറഞ്ഞും ചോദിച്ചും അറിഞ്ഞും ആ നല്ലൊരു ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു പോയി. ഇനിയിപ്പോ നമുക്ക് ആ പഴയ കാലത്തേക്ക് എല്ലാവരും വണ്ടി ഒഴിവാക്കി സ്കൂട്ടി ഒഴിവാക്കി നടക്കാൻ പറയുന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ അപ്പൊ ഈ പുതിയ സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയുള്ള സന്ദർഭത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഗതികൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാ പിന്നെ ആഴ്ചക്ക് ഒരിക്കലും നടക്കാം, അല്ലെ? മനുഷ്യരായിട്ട് നടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിങ്ങൾ പെരുന്നാളിന് ഒരു വഴിക്ക് വരണം, പോകുന്നത് വേറൊരു വഴിക്കായിരിക്കണം എന്ന് പറഞ്ഞ ഹദീസ് നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? പെരുന്നാളിന് നിങ്ങൾ ഈദ്ഗാഹിലേക്ക് ഒരു വഴി പോകണം, അതേ വഴി തിരിച്ചു പോകാതെ വേറെ വഴിക്ക്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ആ പോകുന്ന വഴിക്കൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മനുഷ്യരെ കാണാം. എന്നിട്ട് അവരോടൊക്കെ സലാം പറയാം, അവരോടൊക്കെ ബന്ധപ്പെടാം, അവരോടൊക്കെ കുശലം പറയാം, അവരുടെയൊക്കെ വിവരങ്ങൾ അറിയാം. നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ ശക്തമാവുക എന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഇതിലൊക്കെ ഉണ്ട്. അപ്പൊ ഇനി എപ്പോഴും ബൈക്കിൽ പോണ ഒരാളാണെങ്കിലും നമുക്ക് ഇടക്കൊന്ന് നടന്നിട്ട് അവിടെ നിന്ന് കയറി ഇവിടെ നിന്ന് കയറി അവരുടെ വിവരം ചോദിച്ചു, അവരുടെ വിവരം ചോദിച്ചാൽ സുഖമില്ലാത്തടത്തൊന്ന് കയറി ആ കുട്ടിയുടെ പഠനത്തിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ചു, അവരുടെ കല്യാണത്തിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ചു, അവരുടെ കൃഷിയും കാര്യമൊക്കെ ഒന്ന് അന്വേഷിച്ചു, ആ വഴി വെള്ളമൊക്കെ ആയപ്പോൾ എന്തൊക്കെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു പറഞ്ഞ് ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യന്മാർ ജീവിക്കുക. നമ്മളെക്കുറിച്ച് നമുക്ക് വേറെ ആരും വേണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയും നമ്മുടേതായ ലോകം വളരെ ഭദ്രമാണെന്ന് നമ്മൾ വിചാരിക്കുകയും എല്ലാം വളരെ സേഫാണെന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ അരുത് സഹോദരന്മാർ. നമ്മളെന്ത് ചെയ്യണം? നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരൊക്കെ, അയൽവാസിക്ക് പ്രിയപ്പെട്ടവൻ ആരോ അവൻ അള്ളാഹുവിനും കൂടി പ്രിയപ്പെട്ടവൻ.
മനുഷ്യര് നല്ലത് പറയുന്നത് ആരെ കുറിച്ചാണോ അവരെ കുറിച്ചാണ് അള്ളാഹു നല്ലത് പറയാം. ആദ്യം നമ്മളെ കുറിച്ച് ആദ്യം നല്ലത് പറയേണ്ടത് ആരാ? നമ്മളെ കുറിച്ച് ഒരാൾ വന്ന് അന്വേഷിച്ചു, അതെന്ത് കല്യാണത്തിനാവട്ടെ മറ്റാവട്ടെ മറിച്ച് ആവട്ടെ, അപ്പുറത്തും വന്നൊന്ന് അന്വേഷിച്ചു, അവർക്ക് കിട്ടേണ്ട റിപ്പോർട്ട് എന്താണ്? നല്ല മനുഷ്യന്മാരാണ് അല്ലെ? ചോദിക്കൂലേ? നല്ല മനുഷ്യരാണ്, നല്ല മനുഷ്യർക്ക് ഉപകാരം ചെയ്യും, ആർക്കും ഒരു പ്രശ്നമില്ല അല്ലെ? അപ്പൊ കഴിയുന്ന നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും കഴിയുന്ന അത്ര ഉപകാരം ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ആ പറഞ്ഞ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് നിറച്ചുകൊണ്ട് നമ്മുടെ കാര്യം മാത്രം ഭദ്രമായി, അപ്പുറത്ത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വലിയ സ്ഥിതി കൂടിയ വീടും സൗകര്യമൊക്കെ ഉണ്ട്, അപ്പുറത്തൊരു കൂരയാണ്, ചോർന്ന് ഒലിക്കുന്നു, അല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു, പ്രാഥമിക സൗകര്യങ്ങളില്ല അല്ലെ? അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കും, പക്ഷെ അപ്പുറപ്പുറമൊക്കെ പോയാലുണ്ടേ പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള സംഗതിയോടും ഇല്ലാതെ മനുഷ്യർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, അപ്പുറത്ത് നമ്മൾ വലിയ സ്ഥിതിയിലും അവസ്ഥയിലും ജീവിക്കുന്നു. അങ്ങനെ വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കണം, നമ്മുടെ ബന്ധങ്ങൾ നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കണം. കഴിയുന്ന അത്ര ഉപകാരം ചെയ്യണം. ഈ കഴിയുന്ന അത്ര ഞാൻ പറയുന്നത് ബോധപൂർവമാണ്. കഴിയുന്ന അത്ര എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്നൊരു സത്യമാണ്. എന്നാലും നമ്മുടേതായ ഒരു പങ്ക് അതിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ കൂട്ടായ്മകൾ പരസ്പരം നമ്മൾ ഇപ്പൊ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ, നമുക്ക് ഇന്ന ആൾക്കിന്റെ ഒരു പ്രശ്നമുണ്ട്, അവന്റെ കുട്ടിക്ക് എന്നെ ഒരു പ്രശ്നമുണ്ട്, ഒരു പഠനത്തിന്റെ സൗകര്യം കിട്ടിയിട്ടുണ്ട്, നല്ല ബുദ്ധിയൊക്കെ ഉള്ള കുട്ടിയാ, പഠിക്കുന്ന കുട്ടിയാ, അവന് കുറച്ചൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവനോ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും. അതല്ലെങ്കിൽ വേറെ രോഗം വന്നിരിക്കാൻ ഒരു ചികിത്സ, കുറച്ചും കൂടി വിദഗ്ധമായ ചികിത്സ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റു സൗകര്യം, അല്ലെങ്കിൽ വീട് വളരെ മോശം പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് മനുഷ്യന്മാർ ബുദ്ധിമുട്ടും. പ്രശ്നങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം അല്ലെ? ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അതൊന്ന് കേൾക്കാനോ പറയാനോ അതിലൊരു പങ്കുവഹിക്കാനോ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ മനുഷ്യന്മാർ അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതിലൊക്കെ ഒന്നൊരു പങ്കാളിത്തം ഉണ്ടാവുക, സാധ്യമായ അത്ര നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ. അപ്പോഴാണ് നമുക്ക് അവർക്ക് നമ്മൾ പ്രിയപ്പെട്ടവരാവുക, അപ്പോഴാണ് അള്ളാഹുവിന് നമ്മൾ പ്രിയപ്പെട്ടവരാവുക. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പ്ലസ് കൂട്ടത്തിൽ ഇനി ഒരു ഉപകാരവും ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണം. ഒരിക്കലും വിശ്വാസിയാവൂല അയൽവാസി അവന്റെ ഉപദ്രവത്തെ കുറിച്ച്. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളെന്നറിയാം. എന്തൊക്കെ അതിർത്തി തർക്കം, വരമ്പ് തർക്കം, വഴിത്തർക്കം, വെള്ളം ഇങ്ങോട്ടൊഴുകി അങ്ങോട്ടൊഴുകി, അവിടുത്തെ കോഴി വന്ന് ഇവിടെ അപ്പിട്ടു, അവിടുന്ന് നായ കുറച്ചുകൂടെ ഉറങ്ങാൻ പറ്റുന്നു, എന്തൊക്കെ മനുഷ്യർ വെട്ടിക്കൊല്ലും. നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിക്കും, മാധ്യമങ്ങളിൽ നോക്കുക, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, റീൽസ്, പൊരിഞ്ഞ അടി, കൊട്ടും കുത്തും ചവിട്ടി, എന്ത് അയൽവക്കത്തുള്ളവർ പൂരത്തെറി അല്ലേ? എന്തിനാ ഇത്? നിസ്സാരമായ പ്രശ്നങ്ങൾ. എന്താണെന്നറിയോ? കഴിയുന്നതും എങ്ങനെ ഒരു മനസ്സുണ്ട് ചില മനുഷ്യന്മാർക്ക്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ സുഖം കണ്ടെത്തുക, മറ്റുള്ളവരുടെ വേദനയിൽ സുഖം കണ്ടെത്തുക, മറ്റുള്ളവർക്ക് ഇങ്ങനെ എപ്പോഴും ചൊറിഞ്ഞും മാന്തിയും ആളുകളെ, ഈ അയൽവക്കത്തും ചുറ്റുമുള്ള മനുഷ്യരായിട്ട് നമുക്ക് ഒരു ഉപകാരം ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല, അയൽവക്കത്തും ചെയ്യാൻ കഴിയില്ല, ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. വേണ്ടങ്ങൾ ചെയ്യണ്ട, പക്ഷെ ഉപദ്രവിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അത് സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് പേര് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ഉപകാരം മനുഷ്യന് ചെയ്യാൻ കഴിയില്ല, ഉപദ്രവിക്കാതിരിക്കാൻ കഴിഞ്ഞാലും അത് സദഖയാണ്. അത് അയൽവക്കത്തുള്ളവരാണെങ്കിൽ പോലും. അപ്പോൾ ഞാനായിട്ട് എന്റെ അയൽവക്കത്ത് ഒരാൾ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ അവന്റെ വഴിന്റെ പ്രശ്നമുണ്ട്, അതിർത്തിന്റെ പ്രശ്നമുണ്ട്, അപ്പൊ ഞാൻ ഒരടി കൂടി ഇങ്ങോട്ട് മാറി, അതാണ്. അപ്പോൾ പ്രശ്നം തീർന്നു, അതോടുകൂടി തീർന്നു. വരുമ്പോ അവിടെ കൊത്തി ഇവിടെ കൊത്തി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഉയർന്നു നിൽക്കണം പ്രിയപ്പെട്ടവര്. വിശ്വാസി എന്ന് പറഞ്ഞാൽ അതാ. ഒരു മനുഷ്യന്റെ അന്തസ് ഉയരുന്നത് എപ്പോഴാണ്? ഒരാളുടെ പ്രതാപം ഉയരുന്നത് എപ്പോഴാണ്? സൽപ്പേര് ഉയരുന്നത് എപ്പോഴാണ്? അയാൾ മാനസികമായി ഉയരുന്നപ്പോഴാണ്? ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ചീള് കേസുകൾ എന്ന് പറയും. ചീള് കേസുകളാണ് ഈ അയൽവക്കക്കാർ തമ്മിലുള്ള അടിപിടിയിലൊക്കെ ഉണ്ടാവുക. നമ്മൾ മദ്യം പറയാനൊക്കെ പോകുമല്ലോ, അതിലൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ചീള് കേസാണ്. ഈ ചീള് കേസുകളിൽ ഒന്ന് ഉയർന്നു നിന്നാൽ തീർന്നു. ഒരാൾ ഉയർന്നു നിന്നാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. അപ്പൊ ഇതൊരു കാഴ്ചപ്പാടായിട്ട് നമ്മൾ എടുക്കണം. എന്ത്? നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരോടും നിങ്ങളുടെ അയൽവക്കക്കാരോടും ഒക്കെ നല്ല രൂപത്തിൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് ആരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേഗം അങ്ങോട്ട് പോയിട്ട് പറഞ്ഞിട്ട് തീർക്കാം, സലാം പറഞ്ഞിട്ട് തീർക്കാം. കുടുംബ ബന്ധത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രശ്നവും ബാക്കി വെച്ചുകൊണ്ട് നിൽക്കണ്ട. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് വളരെ ചെറിയൊരു കാലേ ഉള്ളൂ, പൊടുന്നനെ നമ്മൾ അങ്ങ് പോകും. പിന്നെ പറയാനും തീർക്കാനൊന്നും നമ്മൾ ബാക്കി ഉണ്ടാവില്ല. അതിന്റെ ബാക്കി അത് അവിടെ കിടക്കും, തീർത്താലും തീരാതെ കിടക്കും. മരിച്ചിട്ട് പുറത്തു കൊടുക്കണമെന്ന് മൂലിയർ പറഞ്ഞാലും പുറത്തു കൊടുക്കാതെ
മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലേക്കൊന്നും എത്തിക്കാതെ മനുഷ്യരോടൊക്കെ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. പ്രത്യേകിച്ചും നമുക്ക് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ മനുഷ്യർ, അയൽവക്കത്തൊക്കെ ഉള്ള മനുഷ്യർ, അവരാണ് നമുക്കൊരു പരീക്ഷണം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള നമ്മുടെ സമീപനങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് നമ്മളെ വിലയിരുത്തുക എന്ന് മനസ്സിലാക്കി ഉയർന്നു നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക. പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കിന്ന് നമ്മുടെ മഹല്ലിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങളെല്ലാവരും ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു. നൗഫൽ ബാബു ആളുകൾക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു. ദീനീ പ്രവർത്തന രംഗത്തൊക്കെ സോളിഡാരിറ്റിയുടെ ഒക്കെ പ്രവർത്തന മേഖലയിലും സംസ്ഥാനത്തിന്റെ മാർഗത്തിലും മഹലിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ അള്ളാഹുവിലേക്ക് മടങ്ങി റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ജനാസ വീട്ടിലെത്തിയിട്ടില്ല. മയ്യിത്ത് നമസ്കാരത്തിന്റെ സമയം നിശ്ചയിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞാൻ ജുമയുടെ മുമ്പ് അറിഞ്ഞത്. ആ സമയവും കാര്യങ്ങളൊക്കെ അറിയും. പരമാവധി എല്ലാവരും ജനാസയിലൊക്കെ പങ്കെടുക്കുക. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. നമുക്ക് സങ്കടമുണ്ട്. ഒറ്റ മോനാണ്. നമുക്കൊക്കെ അറിയുന്ന നമ്മുടെ ഇവിടെ ചായ കച്ചവടമൊക്കെ നടത്തുന്ന അബൂബക്കറിന്റെ മകനാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു മോനാണെന്നൊക്കെ പറഞ്ഞു കേട്ട്. ഏതായിരുന്നാലും ഒന്നായാലും പലതായാലും ഒക്കെ ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ, അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ 40 വയസ്സിന്റെ ഒക്കെ താഴെയുള്ള കുട്ടികൾ ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ ആഘാതം എന്ന് പറയുന്നത് താങ്ങാൻ കഴിയാത്തതാണ്. ആ കുടുംബത്തിന് അല്ലാഹു തആല ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ സഹോദരന്റെ ഖബറിടം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരനെ സ്വീകരിച്ച് അനയിക്കുമാറാകട്ടെ. മറ്റൊന്നും മരണത്തിന്റെ ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ തന്നെ ഈ മഹലിൽപ്പെട്ട ഒരു സഹോദരി, കളത്തുംപടിയൻ വാപ്പുട്ടി ഹാജിയുടെ സഹോദരി പാത്തുട്ടിയുടെ മകള് കളത്തുംപടിയൻ പാത്തുമുണ്ണി എന്ന സഹോദരി നമ്മുടെ പരിചയമുള്ള നമ്മുടെ മഹലിൽപ്പെട്ടവരായിരുന്നു. വെറ്റല്ലൂരായിരുന്നു അവരുണ്ടായിരുന്നത്. അവർ മരണപ്പെട്ടു പോയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പാപമോചനം. മർഹമത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം. നമ്മൾ എന്നും പറയുമ്പോൾ ചിലരെങ്കിലും മനസ്സിലാക്കി ഈ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ എന്ന് പറഞ്ഞതാ. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ റബ്ബ് പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുക. മർഹമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് കൊടുക്കുക. അതാണ് മഗ്ഫിറത്തും മർഹമത്തും എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പാവങ്ങളൊക്കെ പുറത്തു കൊടുത്ത് റബ്ബിന്റെ കാരുണ്യത്തിലേക്ക് അവരെ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം നാഥൻ വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിന്റെ ഒരു കവാടം ആ ഖബറിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കട്ടെ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ കുറെ രോഗം കൊണ്ട് വിഷമിക്കുന്നവർ പ്രാർത്ഥിക്കാൻ എന്നോട് ഇപ്പൊ 2-3 പേര് പ്രത്യേകം പറഞ്ഞു. ഞാൻ പേരൊന്നും പറയുന്നില്ല. നമ്മൾ ഈ സദസ്സിലിരിക്കുന്നവരുടെ ബന്ധപ്പെട്ടവർ, മാതാക്കൾ, സഹോദരന്മാരൊക്കെയാണ് അവർ. പല അസുഖങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ. നമുക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. താങ്ങാനാവാത്ത പ്രയാസങ്ങൾ, രോഗങ്ങൾ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. ഇരു ലോകത്തും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اشف أمراضنا وأمراض مرضانا شفاء تاما لا يغادر سقما اللهم رب الناس اذهب البأس واشفي أنت الشافي لا شفاء إلا شفاءك شفاء تاما لا يغادر سقما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد
وآله وصحبه وسلم والحمد لله رب العالمين.